നമസ്കാരം. കർണാടകയിൽ മടിവാളയിൽ 20-കാരിയായ ഒരു മലയാളി വിദ്യാർത്ഥിനിയെ സുൽത്താൻ ബത്തേരിക്കാരനായ ഹൈനാസ് എന്നൊരു വ്യക്തി ബലാത്സംഗം ചെയ്തു. ഇത് സംബന്ധിച്ച വാർത്തകൾ മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ അധികമൊന്നും പ്രേക്ഷകർ കണ്ടിരിക്കാനോ കേട്ടിരിക്കുവാനോ ഇടയില്ല. കാരണം മുഖ്യധാരാ മാധ്യമങ്ങൾ അത്രയൊന്നും പ്രാധാന്യം നൽകാത്തൊരു വാർത്തയായിരുന്നു ഇത്. പക്ഷേ ഈ വാർത്തയെ സംബന്ധിച്ച് ഇപ്പോൾ പ്രേക്ഷകരുമായി കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, കർണാടകയിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. ഈ മടിവാളയിൽ ഈ സംഭവം നടന്നിട്ടിപ്പോൾ ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുകളിലായി. ഒരാഴ്ചയല്ല, ഒരു 2 ആഴ്ചയെങ്കിലും ആയിട്ടുണ്ട് ഈ സംഭവം നടന്നിട്ട്. ഈ സംഭവം നടന്ന് കൃത്യമായിട്ട് തന്നെ ആ ഇരയായ പെൺകുട്ടി മടിവാള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന് വേണം പറയാൻ. കാരണം മടിവാള പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ആ പെൺകുട്ടിയോട് വളരെ ഹീനമായ രീതിയിൽ പെരുമാറുകയും ഒത്തുതീർപ്പിന് ശ്രമിക്കുവാൻ നിർദ്ദേശിക്കുകയുമാണ് ചെയ്തത്. FIR രജിസ്റ്റർ ചെയ്തില്ല എന്ന് മാത്രമല്ല, വൈദ്യപരിശോധനയ്ക്ക് ആ പെൺകുട്ടിയെ വിധേയയാക്കുവാൻ അവർ വിസമ്മതിക്കുകയും ചെയ്തു. അതാണ് ഇതിലെ പ്രധാന പ്രശ്നം. കാരണം വൈദ്യപരിശോധന ഒരു കൃത്യസമയത്തിനുള്ളിൽ നടത്തിയില്ലെങ്കിൽ ബലാത്സംഗം സംബന്ധിച്ച തെളിവുകൾ നഷ്ടമാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത്തരത്തിലുള്ളൊരു സമയദൈർഘ്യം സൃഷ്ടിച്ച് പ്രതികളെ രക്ഷിക്കുവാൻ മടിവാള പോലീസ് യാതൊരു ലജ്ജയുമില്ലാതെ ശ്രമിച്ചു എന്നുള്ളതാണ് ഇതിലെ പ്രധാന പ്രശ്നം. ഇനി പ്രതികളിലേക്ക് വന്നാൽ അവിടെ മറ്റൊരു പ്രശ്നമുണ്ട്. ഈ ഹൈനാസ് എന്ന പ്രതി സുൽത്താൻ ബത്തേരിക്കാരനാണ്. ഈ പെൺകുട്ടി ഒരു പാർട്ട് ടൈമായിട്ട് ആ പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ നടത്തുന്ന ഒരു കഫേയിൽ വർക്ക് ചെയ്യുകയായിരുന്നു. ആ കഫേ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഒത്തുകൂടലിന് വേണ്ടിയിട്ടാണ് ആ പെൺകുട്ടി ഈ സംഭവം നടന്ന ദിവസം അവിടെ എത്തുന്നത്. ഈ ഹൈനാസ് എന്ന വ്യക്തിയും അവിടെ ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ചുള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഈ ഹൈനാസ് ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളുടെ ഒരു സൗഹൃദ വലയത്തിലുള്ളയാളാണോ, ഇത് സംബന്ധിച്ച യാതൊരു അന്വേഷണവും ഇപ്പോൾ നടക്കുന്നില്ല. അല്ലെങ്കിൽ ഇതുവരെയുള്ള അന്വേഷണത്തിൽ അത്തരത്തിലുള്ള ഒരു വിവരവും പുറത്തു വന്നിട്ടില്ല. കാരണം ഈ ഹൈനാസിൻ്റെ സാന്നിധ്യത്തെ സംബന്ധിച്ച് ഒരുപാട് നിഗൂഢതകൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ ഭക്ഷണം വാങ്ങാൻ പോയ സമയത്താണ് ഹൈനാസ് ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ച് പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ തിരികെ എത്തി ഹൈനാസിനെ കൈകാര്യം ചെയ്യുകയും ഹൈനാസ് മാപ്പ് പറയുകയും ചെയ്യുന്നൊരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. എന്നിരുന്നാലും അതിനുശേഷം ഹൈനാസ് അയാളുടെ സ്വാധീനത്തിലുള്ള ഗുണ്ടാ സംഘങ്ങളെ ഉപയോഗിച്ച് ഈ പെൺകുട്ടിയെ കൊണ്ട് പരാതി നൽകിക്കുവാതിരിക്കുവാനുള്ള സകല ശ്രമങ്ങളും നടത്തി ഭീഷണിയായി തന്നെ മടിവാള പോലീസിൽ സ്വാധീനം ചെലുത്തുവാൻ തക്ക ഒരു ശക്തനാണ് ഹൈനാസ് എന്നുള്ളതും ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ പരാതി പിൻവലിക്കില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടുകൂടി ആ പെൺകുട്ടി മുന്നോട്ട് പോയത് കൊണ്ട് മാത്രം ഈ പരാതി ഇപ്പോൾ കർണാടക പോലീസ് ഏറ്റെടുക്കുകയും മടിവാള പോലീസിൽ നിന്ന് ഈ കേസ് മാറ്റുകയും ചെയ്തിരിക്കുന്നു. അതായത് DCPയും കമ്മീഷണറും എല്ലാം നേരിട്ടിടപെട്ട് മടിവാള പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആടുകോടി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി അവിടെ SP-ക്കായിരിക്കും ഇനി ഈ അന്വേഷണ ചുമതല കേസിൻ്റെ. അതുകൊണ്ട് മാത്രം ഈ കേസ് മുന്നോട്ട് പോകുന്നു. രാഷ്ട്രീയ സ്വാധീനം എന്തെങ്കിലും ഈ പ്രശ്നത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. ഈ മടിവാള പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരിൽ ആരെങ്കിലും, ഉന്നത ഉദ്യോഗസ്ഥന്മാരാരെങ്കിലും ഈ ഹൈനാസിൻ്റെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ അല്ല എങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനം ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. അല്ല എങ്കിൽ യാതൊരു പരിചയവുമില്ലാത്ത മലയാളികൾക്ക് വേണ്ടിയിട്ട് മടിവാള പോലീസ് ഇത്രയും വലിയൊരു റിസ്ക് എടുക്കില്ല. ഒരു മലയാളിയായ സുൽത്താൻ ബത്തേരിക്കാരൻ ഹൈനാസിന് വേണ്ടി ഇത്രയും വലിയൊരു നടപടി എടുക്കായ്മ നിർവഹണത്തിൽ കാണിക്കുന്ന ഒരു അലക്ഷ്യബോധമുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു അലംഭാവം അവർ കാണിക്കില്ല, പ്രത്യേകിച്ച് ഇത്രയും ഗുരുതരമായൊരു കേസിൽ. ഈ ഗുരുതരമായ പ്രശ്നത്തെ അവർ കൈകാര്യം ചെയ്ത രീതി കൊണ്ട് തന്നെ മനസ്സിലാക്കാം രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകൾ ഇതിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ആലോചിച്ച് നോക്കുക, ഇരയായ പെൺകുട്ടിയും പ്രതിയായ ഹൈനാസും മലയാളികളാണ്. കേരളത്തെ സംബന്ധിച്ച് ഇതൊരു വലിയ വാർത്തയാക്കേണ്ടതാണ്. ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് മാപ്രകളെങ്കിൽ പോലും ഇതിൻ്റെ ഒരു ന്യൂസ് വാല്യൂ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വളരെ വലുതാണ്. കാരണം പ്രത്യേകിച്ച് ഇതുപോലൊരു ബലാത്സംഗ കേസുകൾ ദിവസങ്ങളോളം ചർച്ച ചെയ്ത് യാതൊരു ഉളുപ്പുമില്ലാതെ അതിൻ്റെ പല കോണുകളും പരിശോധിച്ച് ഇരയുടെ പേരിപ്പോൾ പറയുവാൻ പാടില്ല എന്നുള്ള നിയമമുള്ളതിൻ്റെ ഒരു വിഷമം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് തന്നെ അവർ പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിച്ച് അവരുടെ വിശകലനങ്ങൾ നടത്തി ദിവസങ്ങൾ കഴിക്കേണ്ടതാണ് സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു കേസ് അവർക്ക് ലഭിച്ചാൽ. പക്ഷേ ഈ കേസിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വളരെ പതിഞ്ഞ രീതിയിൽ ഒന്ന് പ്രതിപാദിച്ച് കടന്നു പോകുന്നു എന്നുള്ള ഒരു
അവസ്ഥ അല്ലെങ്കിൽ എന്നുള്ളൊരു രീതി സ്വീകരിച്ചു ഓൺലൈൻ മാധ്യമങ്ങൾ. മുഖ്യധാര ദൃശ്യമാധ്യമങ്ങളാവട്ടെ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ഒരു 10 മണിക്ക് മുൻപേയുള്ള ന്യൂസുകളിൽ കഴിയുന്നതും കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ചില വാർത്താമാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവിടെയും ഞാൻ ഈ പറഞ്ഞ പോലെ പതിഞ്ഞ രീതിയിലൊന്ന് പരാമർശിച്ച് കടന്നു പോവുകയായിരുന്നു. എന്തുകൊണ്ട് ഇത്തരത്തിലൊരു അവസ്ഥ ഈ ഒരു കേസിന് വന്നു? അവിടെയാണ് ഈ രാഷ്ട്രീയ സ്വാധീനത്തെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ ഉയരുന്നത്. ആരാണ് ഈ രാഷ്ട്രീയ സ്വാധീനത്തിന് പിന്നിൽ? കർണാടകത്തെ സംബന്ധിച്ച് കർണാടകത്തിലുള്ള ഏതെങ്കിലും ഒരു MLAയോ പ്രാദേശിക നേതാവോ ആയിരിക്കാം. അവർക്ക് തന്നെ അവിടെ വലിയ സ്വാധീനമാണ് പ്രാദേശികമായിട്ടുള്ള പോലീസ് സ്റ്റേഷനുകളുടെ മേലുള്ളത്. പക്ഷേ സുൽത്താൻ ബത്തേരി പോലുള്ളൊരു സ്ഥലത്ത് നിന്നാണ് ഈ ഹൈനസ് എന്ന് പറയുന്ന വ്യക്തി എന്ന് അറിയുമ്പോൾ, ആ വ്യക്തിക്ക് ഗുണ്ടാ സംഘങ്ങളുമായി അടുത്ത ബന്ധമുണ്ടെന്നറിയുമ്പോൾ കേരളത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിക്കോ രാഷ്ട്രീയ നേതാവിനോ ഇത്തരത്തിലൊരു സ്വാധീനം ചെലുത്തലിൽ പങ്കുണ്ടോ എന്നതും അന്വേഷണ വിധേയമാകേണ്ടതാണ്. എന്തായാലും ഇപ്പോൾ ആടുകോടിയിലെ SP കൃത്യമായി സുൽത്താൻ ബത്തേരിയിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഈ രാഷ്ട്രീയ സ്വാധീനം അന്വേഷിക്കലല്ല കേട്ടോ. കാരണം ഈ പ്രതികളെ ഇതുവരെ പിടിക്കുവാൻ സാധിച്ചിട്ടില്ല. അവർ രക്ഷപ്പെട്ടു പോയി. ഇത്രയും ഒരു കാലതാമസം വരുത്തിയല്ലോ മടിവാള പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ, മടിവാള പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ. ആ കാലതാമസം ഉപയോഗപ്പെടുത്തി പ്രതികൾ ഒളിവിൽ പോയി. അവരെ അന്വേഷിച്ചാണ് ഇപ്പോൾ സുൽത്താൻ ബത്തേരിയിൽ ആടുകോടി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ വട്ടം ചുറ്റുന്നത് അല്ലെങ്കിൽ ചുറ്റിത്തിരിയുന്നത്. SP ഉൾപ്പെടെയുള്ളവർ സുൽത്താൻ ബത്തേരിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് അവസാനമായി നമുക്കറിയുവാൻ കഴിയുന്ന വിവരം. ഈ കേസിനെ സംബന്ധിച്ച് ഒരുപാട് ദുരൂഹതകൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ഹൈനാസിൻ്റെ ആ പാർട്ടിയിലുള്ള ഇവരുടെ ഒത്തുകൂടലിനിടയിലുള്ള ഹൈനാസിൻ്റെ സ്വാധീനത്തിൽ തുടങ്ങി, അല്ലെങ്കിൽ സാന്നിധ്യത്തിൽ തുടങ്ങി ആ വ്യക്തിയുടെ സ്വാധീന ശക്തി വരെ, മടിവാള പോലീസിനെ അയാൾ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ള കാര്യത്തിൻ്റെ പിന്നിലുള്ള നിഗൂഢതകൾ വരെ ഒരുപാട് ദുരൂഹതകൾ ഈ കേസിനെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങളിതിൻ്റെ പിറകെയുണ്ട്. ഒരു പതിഞ്ഞ സ്വരത്തിൽ ഇതിനെ പരാമർശിച്ച് കടന്നു പോകുവാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതിനനുസരിച്ച് അത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. എന്തായാലും ഈ സംഭവത്തെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾ ഏതെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങളിൽ കണ്ടിരുന്നെങ്കിൽ അത് എത്രത്തോളം പ്രാധാന്യത്തോടു കൂടിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്, അത് സംബന്ധിച്ചുള്ള നിങ്ങളുടെ അറിവുകളും നിങ്ങൾ കണ്ട കാര്യങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളിലൂടെ ഞങ്ങളെ അറിയിക്കുക. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതിനനുസരിച്ച് അത് നിങ്ങളുമായി പങ്കുവയ്ക്കുകയും അതിൻ്റെ വിശകലനങ്ങൾ നടത്തുകയും വിശദീകരണങ്ങൾ തേടുകയും ചെയ്യാം. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.